എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാന്യ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം ഞാൻ എത്തിയിരിക്കുന്നത് കുടുംബവിളക്ക് സീരിയലിന്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് കഥയും ഒക്കെ ആയിട്ടാണ്. നേരെ നമുക്ക് ആ കഥയിലേക്ക് പോയാലോ. അങ്ങനെതാ നമ്മുടെ സുമിത്രയും രഞ്ജിതയും കൂടി ജയിലിന് വെളിയിൽ നിന്ന് സംസാരിക്കുകയാണ്. അപ്പൊ സുമിത്രയ്ക്ക് മനസ്സിലായി എല്ലാത്തിനും പിന്നിൽ പ്രവർത്തിക്കുന്നത് രഞ്ജിത തന്നെയാണെന്ന്. അങ്ങനെ രഞ്ജിതയും അതുപോലെ സുമിത്രയും തമ്മിൽ പരസ്പരം വെല്ലുവിളിയൊക്കെ നടത്തുമ്പോഴത്തേക്കിനും സുമിത്ര പറയുകയാണ്, അതെ, ഞാൻ എത്രയൊക്കെ വന്നാലും സ്നേഹിച്ച് ലാളിച്ച് വളർത്തിയതാണ് എൻ്റെ മകനെ. അവനെ നിനക്ക് ചിലപ്പം 1-2 ദിവസമൊക്കെ തെറ്റിദ്ധാരണ കൊണ്ട് എന്നിൽ നിന്ന് അകറ്റിയൊക്കെ നിർത്താൻ സാധിക്കും, അല്ലാതെ ജീവിതകാലം മുഴുവനും എൻ്റെ പ്രതീക്ഷ എന്നിൽ നിന്നും അകലുമെന്നൊന്നും നീ ചിന്തിക്കുകയേ വേണ്ടാന്നും പറഞ്ഞ് രഞ്ജിതയോട് സംസാരിച്ച് നമ്മുടെ സുമിത്ര അവിടുന്ന് പോരുകയാണ്. അപ്പം രഞ്ജിതയാണെങ്കിലോ സകലതും നേടിയ രീതിയിൽ അവിടെ നിന്ന് ഇങ്ങനെ ചിരിക്കുകയാണ്. പിന്നീട് നമ്മളെ കാണിക്കുന്നത് അനന്യയാണ്. അപ്പം അനന്യ ഇങ്ങനെ കുഞ്ഞിൻ്റെ കാര്യമൊക്കെ ആലോചിച്ചു. ദൈവമേ, അവർ പോയിട്ട് എന്തായോ എന്തോ, കുഞ്ഞിൻ്റെ സത്യങ്ങൾ കുഞ്ഞ് പ്രതീക്ഷിൻ്റെതാണ് എന്നുള്ള വിവരമൊക്കെ ആൻറ്റി അറിഞ്ഞു കാണൂ എന്നുള്ള ടെൻഷനിൽ അവൾ അങ്ങനെ ഇരിക്കുമ്പം നമ്മുടെ സ്വരമോള് സ്കൂളിൽ പോയിട്ട് മടങ്ങി വരികയാണ്. ഓടി വന്ന് അവൾ അവളുടെ അമ്മയെ കെട്ടിപ്പിടിക്കുമ്പോഴത്തേക്കിനും മോളുടെ കാര്യം ആലോചിച്ച് അമ്മ ഇവിടെ ഇരിക്കുമായിരുന്നു. മമ്മി എന്താ മമ്മി ഇങ്ങനെ? ദേ മമ്മിയുടെ സ്വരമോള് മമ്മിയുടെ അടുത്ത് തന്നെ ഉണ്ടാവും. മമ്മി അതാലോചിച്ച് സങ്കടപ്പെടുവൊന്നും വേണ്ടാന്നും പറഞ്ഞ് കുഞ്ഞു സ്വരമോള് നമ്മുടെ അനന്യയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുകയാണ്. അനന്യയ്ക്കും വലിയ സന്തോഷമൊക്കെ ആയി. അങ്ങനെ അനന്യ പറയുന്നുണ്ട്, ഒരിക്കലും മോള് അമ്മയെ വിട്ട് പോവില്ലല്ലോ. ഇല്ല അമ്മേ, ദേ അമ്മയുണ്ടല്ലോ, മുത്തശ്ശി ആവില്ലേ, അമ്മയുടെ വായിലെ പല്ലൊക്കെ പോവില്ലേ, ആ സമയം വരെയും അമ്മയോടൊപ്പം ഞാനുണ്ടാവും. അതുകൊണ്ട് എൻ്റെ അമ്മ സങ്കടപ്പെടുവൊന്നും വേണ്ടാന്നും പറഞ്ഞ് അവള് വീണ്ടും കെട്ടിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കുമ്പം തൻ്റെ മോളുടെ ആ ഒരു സ്നേഹമൊക്കെ കണ്ട് അനന്യയ്ക്ക് വലിയ സന്തോഷമായി. അങ്ങനെ അവർ ആ കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നു. പിന്നീടാണെങ്കിൽ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ രഞ്ജിതയുടെ വീട്ടിലേക്ക് എത്തുന്ന പൂജയാണ്. അപ്പോൾ പൂജ രഞ്ജിതയുടെ വീട്ടിലെത്തിയതും രഞ്ജിതയ്ക്ക് വലിയ സന്തോഷമൊക്കെ ആയി. പൂജ മോളെ, എത്ര ദിവസമായി മോൾ ഇങ്ങോട്ട് വന്നിട്ട്, വാ എന്നും പറഞ്ഞ് രഞ്ജിത വലിയ കാര്യത്തിന് കൂട്ടിക്കൊണ്ടുപോയി. അപ്പം നമ്മുടെ പൂജയുടെ മനസ്സും അതുപോലെ തന്നെ ഹൃദയമൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അതും സന്തോഷം കൊണ്ട് രഞ്ജിത ആൻറ്റി തൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്ന് ഉള്ളൊരു തെറ്റിദ്ധാരണയുടെ പുറത്ത് നമ്മുടെ പൂജയാണെങ്കിൽ രഞ്ജിതയെ ഹഗ് ചെയ്തു. രഞ്ജിതയ്ക്കും, എന്താ പൂജ, നീ എന്തിനാ ഇപ്പം എന്നെ കെട്ടിപ്പിടിച്ചത്? ആൻറ്റി എന്നോട് ചെയ്യുന്ന കാര്യങ്ങൾ, ആൻറ്റി എന്നോട് കാണിക്കുന്ന കരുതൽ, ഇതിനൊക്കെ ഞാൻ ആൻറ്റിക്ക് എന്താ പകരം തരേണ്ടത്? എൻ്റെ അമ്മയോടും ആൻറ്റിക്ക് നേരത്തെ ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പം എൻ്റെ അമ്മയുടെ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കി അമ്മയെ സ്നേഹിക്കാനായിട്ട് ആൻറ്റി പഠിച്ചല്ലോ. മോളെ, സുമിത്രയോട് എനിക്ക് ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. പിന്നെ എൻ്റെ പൊന്നു മോള്, എൻ്റെ ഏട്ടൻ്റെ മോള്, ആ ഏട്ടൻ്റെ മോളെ പൊന്നുപോലെ നോക്കുന്നത് സുമിത്രയാണല്ലോ. അപ്പം അതിൻ്റെ ഒരു നന്ദിയൊക്കെ ഞാൻ അവളോട് കാണിക്കണ്ടേ? എന്തൊക്കെ വന്നാലും സുമിത്രയോട് ദേഷ്യം ഉണ്ടായിരുന്നതൊക്കെ ഞാനിപ്പോൾ മറന്നു, അവളെയും സ്നേഹിക്കാൻ തുടങ്ങി എന്നൊക്കെ പറഞ്ഞപ്പോൾ അമ്മ ജയിലിൽ വെച്ച് അമ്മ രഞ്ജിതാൻ്റിയെ കണ്ട സമയത്ത് ആൻറ്റി അമ്മയോടൊന്നും സംസാരിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോൾ സംസാരിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ നിന്റെ അമ്മയ്ക്ക് ഇപ്പോഴും എന്നോട് ദേഷ്യമാണ്, സുമിത്രയ്ക്ക് എന്തൊക്കെയോ ഒരു തെറ്റിദ്ധാരണ ഉണ്ടെന്നും പറഞ്ഞ് രഞ്ജിത കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കിനും സാരയില്ല, രഞ്ജിത ആൻറ്റിയുടെ നന്മകളൊക്കെ എൻ്റെ അമ്മ തിരിച്ചറിഞ്ഞ് രഞ്ജിത ആൻറ്റിയെ സ്നേഹിക്കുന്ന ഒരു ദിവസം വരും. ആൻറ്റി ഇത്രയും നല്ലൊരു ആൻറ്റിയാണെന്ന് ഞാനും മനസ്സിലാക്കാൻ വൈകിപ്പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് പൂജ ആണെങ്കിൽ രഞ്ജിതയോട് ഭയങ്കര സ്നേഹം കാണിക്കുകയാണ്. അപ്പം രഞ്ജിതയാണെങ്കിൽ നിന്നെ ഇങ്ങനെയൊക്കെ എൻ്റെ കൂടെ നിർത്താൻ വേണ്ടിയിട്ടല്ലേ മോളെ ഞാൻ ഈ കളിയൊക്കെ കളിക്കുന്നതെന്നും പറഞ്ഞ് അവളിങ്ങനെ ആലോചിക്കുകയാണ്. ഉടനെ തന്നെ, അല്ല പങ്കജ് എവിടെയാ ആൻറ്റി? പങ്കജിനെ കണ്ടില്ലല്ലോ. മോളെ, പങ്കജ് റൂമിലുണ്ട്, നീ വേഗം പോയി അവനോട് പോയി സംസാരിച്ചോ, അവൻ മേളിലുണ്ടെന്നും പറഞ്ഞ് രഞ്ജിത അവിടെ അങ്ങനെ നിൽക്കുമ്പോൾ പൂജയാണെങ്കിൽ ധൃതി പിടിച്ചങ്ങ് ഓടി ചെല്ലുകയാണ്. ഈ സമയത്താണെങ്കിൽ നമ്മുടെ ദീപുവിനെ കാണിക്കുക. അപ്പം ദീപു ആണെങ്കിൽ ഭയങ്കര ചുമയും പനിയൊക്കെ ആയിട്ട് ഭയങ്കര അസ്വസ്ഥതമായിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ചിത്രയാണെങ്കിൽ ഇവൻ്റെ ഈ ഒരു ചുമയൊക്കെ കേട്ടുകൊണ്ട് എന്തോ ഒരു വയ്യായ്കയുണ്ട്. ഇനിയിപ്പോൾ എങ്ങനെയാണ് ഇയാളുടെ അടുത്ത് പോയി സംസാരിക്കുന്നതെന്നൊക്കെ ആലോചിച്ച് മടിച്ച് നിൽക്കുമ്പോഴത്തേക്കിനും ദീപു അപാര ചുമയ്ക്കുകയാണ്. ചുമച്ചിട്ട് ഒരു രക്ഷയില്ല. അപ്പം ദീപുവിൻ്റെ ഈ വയ്യായ്ക കണ്ട് ഇനിയും അയാളോട് വിവരങ്ങൾ ചോദിച്ചില്ലെങ്കിൽ മോശമാണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മുടെ ചിത്ര പുള്ളിക്കാരൻ്റെ അടുത്ത് ചെന്നു. എന്താ ദീപോട്ടാ, നിങ്ങൾക്ക് എന്താ പറ്റിയത്? വയ്യെങ്കിൽ ആശുപത്രി പോവാന്നൊക്കെ പറയുമ്പം സാരയില്ല,
കിട്ടുന്നില്ല എന്നുള്ള രീതിയിൽ ദീപു നമ്മുടെ ചിത്രയെ നോക്കി. അപ്പം ചിത്രയാണെങ്കിൽ ദീപുവിനെ തൊട്ട് നോക്കിയിട്ട് ചോദിക്കുക, എൻ്റെ ദൈവമേ ഇത് പൊള്ളുന്ന പനിയാണല്ലോ, നിങ്ങളെ ഞാൻ ആശുപത്രി കൊണ്ടുപോവാം, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാനൊരു കപ്പ് ചുക്ക് കാപ്പി ഉണ്ടാക്കി കൊണ്ടുവരാമെന്നും പറഞ്ഞ് അവൾ കിച്ചണിലേക്ക് പോയപ്പം തൻ്റെ ഭാര്യ തന്നെ പരിഗണിക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം ദീപുവിൻ്റെ മനസ്സിലുണ്ടാകുക. അപ്പോൾ ദീപു അവിടെ വെച്ചൊരു ടാബ്ലറ്റ് കഴിക്കുകയും ചെയ്തു. അങ്ങനെ ദീപു ഇരുന്നപ്പോൾ ചിത്രം നല്ല ചൂടുള്ള ചുക്ക് കാപ്പിയൊക്കെ ആയിട്ട് വന്നു. അതിനുശേഷം ദീപു അത് വാങ്ങിക്കുടിക്കുന്ന സമയത്ത്, നിങ്ങൾക്ക് കുറവില്ലെങ്കിൽ നമുക്കിപ്പോൾ തന്നെ ആശുപത്രിയിൽ പോവാം. സാരമില്ല ചിത്രേ, നീ ഇപ്പോൾ എനിക്ക് ഈ കാപ്പി ഉണ്ടാക്കി തന്നല്ലോ, അതിന് മുന്നേ ഞാനൊരു ടാബ്ലറ്റ് കഴിച്ചായിരുന്നു, ഇനി കുറവില്ലെങ്കിൽ മാത്രം ആശുപത്രി പോകാമെന്നും പറഞ്ഞ് അവൻ അവിടെ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പം എന്തൊക്കെ ചെയ്ത് കൂട്ടിയാലും തൻ്റെ ഭാര്യയും മക്കളും ഒക്കെ തന്നെ അവസാന കാലഘട്ടത്തിൽ തന്നോടൊപ്പം ഉണ്ടാവുകയുള്ളൂ എന്നുള്ളൊരു തിരിച്ചറിവ് നമ്മുടെ ദീപുവിനുണ്ടാകുകയാണ്. അങ്ങനെ അതുമൊക്കെ കഴിയുമ്പോഴാണെങ്കിലും നമ്മുടെ സരസ്വതി അമ്മ ആണെങ്കിൽ ഒരു രക്ഷയില്ല, ആ വീട്ടിലിരുന്നിട്ട് മൊത്തത്തിൽ എലിക്കണിപ്പെട്ട പോലെയുള്ള ഒരു അവസ്ഥയിലിരിക്കുക. അപ്പം ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, എൻ്റെ ദൈവമേ ഞാൻ എങ്ങനെ ഇവിടുന്ന് ഒന്ന് രക്ഷപ്പെടും. ആ കാലമാടനാണെങ്കിൽ എൻ്റെ ഫോണും കൊണ്ടുപോയി ഈ ചാനലൊക്കെ ഓണാക്കി നോക്കിയിട്ട് ഇതിൽ മുഴുവൻ കാർട്ടൂൺ ആണല്ലോ എന്നും പറഞ്ഞ് സരസ്വതി അമ്മ ആ റിമോട്ട് ദേഷ്യത്തോടു കൂടി അവിടെ അങ്ങ് വെച്ചു. അങ്ങനെ കുത്തിയിരിക്കുന്ന സമയത്ത് നമ്മുടെ സച്ചിൻ വരികയാണ്. സച്ചിനെ കണ്ടപാടെ തന്നെ സരസ്വതി അമ്മ ചാടി എഴുന്നേറ്റു. എടാ സച്ചിനെ, നീ എൻ്റെ ഫോണൊന്ന് തിരിച്ചു താടാ, എന്താടാ നിനക്ക് എന്ത് കിട്ടാനാണ്, നീ എന്തിനാടാ എൻ്റെ ഫോൺ മേടിച്ച് വെച്ചിരിക്കുന്നത്, എനിക്കൊരു 3-4 പേരെ കോൾ ചെയ്യാനുണ്ടെന്നും പറഞ്ഞ് സരസ്വതി അമ്മ സച്ചിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ സച്ചിനാണെങ്കിൽ ദേഷ്യം വന്നിട്ട് ഇരിക്കുകയാണ്. എൻ്റെ പൊന്നോ, ഇവരെ കൊണ്ട് ഒരു രക്ഷയില്ലല്ലോ എന്നുള്ള രീതിയിൽ സച്ചിൻ ഇങ്ങനെ ദേഷ്യഭാവത്തോടു കൂടി സരസ്വതി അമ്മയെ നോക്കുമ്പോഴത്തേക്കിനും സരസ്വതി അമ്മയ്ക്ക് എന്തോ ഒരു വശപ്പശക്ക് ഫീൽ ചെയ്യുക. അപ്പം ശീതളിൻ്റെ അടുത്ത് സച്ചിൻ പറഞ്ഞു, ശീതളെ ഒരു ചൂട് കാപ്പി ഇങ്ങ് എടുത്തോണ്ട് വന്നേന്ന് പറഞ്ഞതും ഇപ്പം കൊണ്ടുവരാം സച്ചിനെന്ന് പറഞ്ഞ് ശീതള അടുക്കളയിൽ നിന്ന് വിളിച്ചു പറയുകയാണ്. അങ്ങനെ നമ്മുടെ സച്ചിൻ കാപ്പിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ സരസ്വതി അമ്മ അടങ്ങാൻ തയ്യാറല്ലല്ലോ. എനിക്ക് എൻ്റെ വീട്ടിൽ ഇപ്പം പോകണം, എനിക്കിതുപോലെ അടിമപ്പണിയൊന്നും എടുത്തും അതുപോലെ ഇങ്ങനെ അടിമയായിട്ടും ഇവിടെ ജീവിക്കാനൊന്നും പറ്റില്ല, ഞാൻ എൻ്റെ വീട്ടിൽ പോയിക്കോളാം, നീ ഒരു കാര്യം ചെയ്യ്, എൻ്റെ ഫോൺ ഇങ്ങ് തിരികെത്താ, ഞാൻ സുമിത്രയെ വിളിച്ചിട്ട് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് സ്ഥലം വിട്ടോളാന്ന് പറഞ്ഞു. അപ്പോൾ സരസ്വതിയമ്മ ഇങ്ങനെ ചെലച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സച്ചിൻ്റെ സകല നിയന്ത്രണവും വിട്ടു. സച്ചിൻ നേരെ വന്ന് സരസ്വതിയമ്മയാണെങ്കിൽ പേടിച്ചൊതുങ്ങി ആ സെറ്റിയിലിരിക്കുകയാണ്. അപ്പം ഇവൻ്റെ കയ്യിൽ നിന്ന് എന്ത് വരുമെന്ന് അറിയില്ലല്ലോ. അതെ, ഇത് എൻ്റെ വീടാണ്, ഇവിടെ ഞാൻ പറയുന്നതാണ് നിയമം, നിങ്ങൾക്ക് ഇവിടെ അടങ്ങി ഒതുങ്ങി ജീവിക്കാൻ പറ്റുമെങ്കിൽ ജീവിച്ചാൽ മതി, അല്ലെങ്കിൽ നിങ്ങളെ ഞാൻ ജീവനോട് കൂടി കത്തിക്കുമെന്ന് പറഞ്ഞു. ഇത് കേട്ടതും എൻ്റെ ദൈവമേ, ഞാൻ വന്ന് പെട്ടിരിക്കുന്നത് സൈക്കോയുടെ അടുത്താണല്ലോ എന്നുള്ള രീതിയിൽ സരസ്വതി അമ്മ ഇങ്ങനെ പേടിച്ച് വരച്ച് നിൽക്കുമ്പോഴത്തേക്കിനും ശീതളാണെങ്കിലോ അച്ഛമ്മയുടെ നേരെ വിരൽ ചൂണ്ടി ചെന്ന് നിൽക്കുന്ന സച്ചിനെ കാണുകയാണ്. അപ്പം സച്ചിനോട് ഇപ്പോൾ ദേഷ്യപ്പെട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ഇതേ അനുഭവം തന്നെ ആയിരിക്കും തനിക്കും ഉണ്ടാകുക എന്ന് വിചാരിച്ചുകൊണ്ട് ശീതളാണെങ്കിൽ സച്ചിനെ ദേ നല്ല ചൂടുള്ള ചായ കൊണ്ടുവന്നിരിക്കുന്നത്, നീ ഇത് കുടിച്ചേ, എന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയുമെന്നും പറഞ്ഞ് സച്ചിന് നമ്മുടെ ശീതള വലിയ സ്നേഹത്തോടു കൂടി ആ ഒരു ചായ കൊടുക്കുകയാണ്. അത് വാങ്ങിയതും മോളെ ശീതളെ, ദേ ഈ ചായ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്നും പറഞ്ഞ് അതങ്ങ് കുടിച്ചു. അതിനുശേഷമാണെങ്കിൽ നീ ഇങ്ങ് വന്നേ, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ടെന്നും പറഞ്ഞ് ശീതളിനെ അടുത്ത് പിടിച്ച് നിർത്തി. ശീതളിൻ്റെ കവിളിൽ ഉമ്മ വെക്കാൻ തുടങ്ങുമ്പം സരസ്വതി അമ്മ അവിടെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ശീതളിന് ഭയങ്കര ഒരു ചമ്മലാണ്. സരസ്വതി ആണെങ്കിലോ എൻ്റെ ദൈവമേ, ഇവന് ഭ്രാന്തൊന്നും അല്ല, ഇവന് വേറെന്തോ ഒരു അസ്കിതയാണ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ ആലോചിച്ചു. അപ്പോഴത്തേക്കിനും ഇത്രയും പ്രായമുള്ള ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഇവൻ എന്തൊക്കെയാണോ അവ ഈ പെണ്ണിനെ കാണിച്ചു കൂട്ടുന്നതെന്നും പറഞ്ഞ് അച്ഛമ്മ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ മനസ്സിലാലോചിക്കുമ്പോൾ ശീതളാണെങ്കിലോ സച്ചിൻ വാ നമുക്ക് മേളിലേക്ക് പോവാന്നും പറഞ്ഞ് ശീതള തന്ത്രപൂർവ്വം സച്ചിനെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. മേളിൽ പോയിട്ട് നീ വേഗം ഫ്രഷ് ആയിട്ട് വാ എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരനെ വിളിച്ചുകൊണ്ട് പോകുമ്പോൾ സരസ്വതി അമ്മ ഇതെങ്ങനെയാണ് ഇനി ഇവിടെ നിന്നൊന്നൊരു കഴിച്ചിലായി കിട്ടുക എന്നും പറഞ്ഞ് അങ്ങനെ സരസ്വതി അമ്മ അവിടെ ആലോചിച്ചിരിക്കുമ്പോഴത്തേക്കിനും നമ്മളെ കാണിക്കുന്നത് നമ്മുടെ അനന്യയാണ്. അനന്യയാണെങ്കിൽ ഈശ്വര ഇനി എന്തൊക്കെയാണാവോ സംഭവിച്ചിട്ടുണ്ടാകുക, ജയിലിൽ പോയ ടീമിനൊന്നും കാണുന്നില്ലല്ലോ, പ്രതീക്ഷ സത്യങ്ങളൊക്കെ സുമിത്രയോട് വിളിച്ചു പറഞ്ഞ് കാണുമോ എന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോഴത്തേക്കിനും സുമിത്രയും അനിരുദ്ധും കൂടി ആ വീട്ടിലേക്ക് വന്നു. അപ്പം അനന്യക്കാണെങ്കിൽ വിശേഷങ്ങൾ അറിയാഞ്ഞിട്ട് ഒരു ഇരിക്കപ്പുറതിയില്ല. അങ്ങനെ അനന്യയാണെങ്കിൽ അനിരുദ്ധിനോടും സുമിത്രയോടും ചോദിച്ചു, പ്രതീക്ഷനെ കണ്ടോന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും
രണ്ടുപേരും ഒരക്ഷരവും മിണ്ടാതെ ഇരിക്കുമ്പം അനന്യയുടെ സകല നിയന്ത്രണവും വിടുകയാണ്. എന്തായി, തൻ്റെ മകളുടെ കാര്യം എങ്ങാനും സുമിത്ര അറിഞ്ഞു എന്നുള്ളൊരു ടെൻഷനാണ് അനന്യയ്ക്ക് ഉള്ളത്. അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പം സുമിത്ര ഒരക്ഷരം പോലും മിണ്ടാതെ ഇരിക്കുമ്പം അനിരുദ്ധ് പറയുന്നുണ്ട്, ജയിലിൽ ചെന്നത് ശരിയാണ്, പക്ഷെ അവനെ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചില്ല. അപ്പം ഇത് കേട്ട സമയത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അനന്യയുടെ മനസ്സിലൊരു ലഡു പൊട്ടി. എത്രയൊക്കെ വന്നാലും ഞാൻ ഭയന്ന കാര്യങ്ങളൊന്നും സംഭവിച്ചില്ലല്ലോ. ആ ഒരു ആശ്വാസത്തിൽ അനന്യ അവിടെ നിൽക്കുമ്പോഴത്തേക്കിനും നമ്മുടെ സുമിത്രയാണെങ്കിൽ അവിടെ നിന്ന് റൂമിലേക്ക് പോയി. അപ്പം അനിരുദ്ധിന് മനസ്സിലായി ഈ കാര്യം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിനും അനന്യയ്ക്ക് ഒരുപാട് സന്തോഷമായെന്നുള്ളത്. അവൾ അവിടെ ചിരിച്ചു നിൽക്കുകയാണ്. പിന്നീടാണെങ്കിലോ നമ്മുടെ പൂജ പങ്കജിനെ കണ്ടു. പങ്കജിനെ കണ്ടതിന് ശേഷം പൂജ ആ വീട്ടിൽ നിന്നും ഇറങ്ങാൻ തുടങ്ങുമ്പോഴത്തേക്കിനും പങ്കജ് പറയാണ്, അതെ പൂജ, എപ്പോഴും ഞാനല്ലേ കാർ ഓടിക്കുന്നത്, ഇത്തവണ താനൊന്ന് കാർ ഓടിച്ചേ, ഞാനൊന്ന് നോക്കട്ടെ തൻ്റെ ഡ്രൈവിംഗ് ഒക്കെ എങ്ങനെയുണ്ടെന്നും പറഞ്ഞ് പൂജയുടെ കയ്യിലേക്ക് കാറിൻ്റെ കീ എടുത്ത് കൊടുത്തു. അപ്പോൾ പൂജ പറയുന്നുണ്ട്, എൻ്റെ പൊന്നു പങ്കജ്, വണ്ടി ഓടിക്കാനൊന്നും എനിക്ക് അറിയത്തില്ല, അതുകൊണ്ട് നീ തന്നെ ഓടിച്ചാൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ലല്ലോ, തനിക്ക് ലൈസൻസ് ഒക്കെ ഉള്ളതല്ലേ, തന്നെ ഞാൻ സഹായിക്കാമെന്നും പറഞ്ഞ് അവൻ ആ കീ അവളുടെ കയ്യിൽ കൊടുത്തു. അപ്പം രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കീ കൊടുക്കാനുള്ള ഒരു പിടുത്തത്തിനിടയിൽ നമ്മുടെ പൂജ കാല് തെന്നി ഇങ്ങനെ വീഴാൻ തുടങ്ങുകയാണ്. അപ്പോഴത്തേക്കിനും തന്നെ പങ്കജ് വേഗം അവളിങ്ങനെ പിടിച്ച സമയത്ത് രണ്ടുപേരും കണ്ണിൽ നോക്കുകയാണ്. നമ്മുടെ പൂജയ്ക്ക് പങ്കജിനോട് എന്തോ ഒരു താല്പര്യം ഉള്ളതുപോലെ ആ ഒരു സീനിൽ നിന്ന് നമുക്ക് വ്യക്തമാവും കേട്ടോ. അപ്പം ആ സമയത്ത് ബാക്ക്ഗ്രൗണ്ട് ആയിട്ടൊരു മ്യൂസിക്കും കൂടി വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പങ്കജും പൂജയും കൂടി ചെറിയ രീതിയിലൊരു റൊമാൻസ് അവിടെ നടക്കുകയാണ്. പെട്ടെന്ന് തന്നെ കണ്ണിൽ നോക്കി നിന്ന ആ ടീം അവർ കണ്ണിങ്ങനെ എടുക്കുകയാണ്. അതിനുശേഷം നമ്മുടെ പൂജ പറഞ്ഞു, എൻ്റെ പങ്കജെ, നീ തന്നെ വണ്ടി ഓടിക്ക്, അത് തന്നെ ആയിരിക്കും നല്ലതെന്നും പറഞ്ഞ് പങ്കജിൻ്റെ കയ്യിലേക്ക് കീയും കൊടുത്തു. അപ്പം പങ്കജ് ഇങ്ങനെ ആലോചിക്കുകയാണ്, എന്തായാലും ഇവളെ തൻ്റെ വലയത്തിൽ തന്നെ ആക്കിയിരിക്കും. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങളും താൻ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ എന്നുള്ളൊരു പുഞ്ചിരി നമ്മുടെ പങ്കജിൻ്റെ മുഖത്ത് വിടരുകയാണ്. പൂജയ്ക്കും ചെറിയൊരു നാണമൊക്കെ ഉണ്ട്. അപ്പം പൂജയ്ക്ക് നമ്മുടെ പങ്കജിനെ ഇഷ്ടമാണ് എന്നുള്ള രീതിയിൽ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ കുടുംബവിളക്കിൻ്റെ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പം എപ്പോഴും പറയുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസമൊക്കെ ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്